ഒരുപാട് രക്ഷിതാക്കൾ അധ്യാപകർ പങ്കുവച്ചൊരു ചോദ്യം ബഹുമാനനായ ഹാരിസ് മൗലവിയോട് നമുക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ടീനേജ് മക്കളോട് ഇൻസ്റ്റഗ്രാം പാടില്ല എന്നും ഹിജാബിനെക്കുറിച്ചും എല്ലാം പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. എന്നാൽ അവരുടെ ഫ്രണ്ട്സ്, സ്കൂൾ, ഇവിടെയെല്ലാം അവർ കാണുന്നതും കേൾക്കുന്നതും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. മാതാവ് ഒരധ്യാപിക എന്ന നിലയിൽ അവരെ മാത്രം ജയിലിൽ അടച്ചുപൂട്ടി എന്ന പരാതിയാണ്. എന്ത് ചെയ്യണം എന്നതാണ് ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഒരു 5 വയസ്സ് അല്ല ഒരു 6 വയസ്സ് കൂട്ടും നമ്മൾ. അപ്പോൾ സ്കൂളിൽ ഒരു കലാമത്സരങ്ങളും പരിപാടികളൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലുള്ള ക്ലാസ് ടീച്ചർ ചോദിക്കുകയാണ്, നിനക്കൊരു ഡാൻസിന് കൂടെ. അപ്പോൾ ആ കുട്ടി പറയാൻ, ഡാൻസ് എനിക്ക് പറ്റൂല, ഞാൻ വേറെ പരിപാടിക്ക് കൂടാം. അപ്പോൾ സാധാരണ വീട്ടിൽ വന്ന് ചോദിച്ച് രക്ഷിതാക്കൾ പറഞ്ഞിട്ടല്ല മറുപടി, ആ കുട്ടി സ്വന്തം നിലക്ക് ആ മറുപടി പറയണം. അപ്പം അത്ര ചെറിയ പ്രായത്തിലൊരു കുട്ടിക്ക് എനിക്ക് പറ്റുന്നതെന്ത് പറ്റാത്തതെന്ത് എന്ന് വേർതിരിച്ചറിയാനുള്ള ഒരു അവയർനെസ്, ബോധം, അത് നമ്മുടെ വീട്ടിൽ വളരുന്ന, നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദീനിൻ്റെ അന്തരീക്ഷത്തിൽ വളരുന്ന ഒരു കുട്ടിക്ക് പറയാൻ ആ കുട്ടി പര്യാപ്തമാവുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പരിഹാരം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിക്ക് പറ്റുന്നതും പറ്റാത്തതും അറിയുന്നില്ലെങ്കിൽ പിന്നുള്ള പരിഹാരങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ കുട്ടി സ്വയം താല്പര്യത്തിൽ ഇന്ന് മാറുന്നില്ലെങ്കിൽ ഒരു ടീച്ചർ സെലക്ട് ചെയ്തൊരു പ്രോഗ്രാമിന് പങ്കെടുക്കേണ്ട എന്ന് പാരൻസ് പറയുമ്പോൾ ആ കുട്ടിയെ അത് എത്രമാത്രം സ്വാധീനിക്കും. ബാക്കിയുള്ള കുട്ടികളൊക്കെ അതിൽ പങ്കെടുക്കുമ്പോൾ മാറി നിൽക്കുമ്പോൾ ആ കുട്ടി മാനസികമായി എന്തൊക്കെ പ്രയാസപ്പെടും. അപ്പോൾ നമുക്കുറപ്പാണ് നമ്മൾ വിശ്വസിക്കുന്നത് ശരിയും അത് നമ്മുടെ കുട്ടിക്ക് ഏറ്റവും ഗുണകരവുമാണ് നമ്മുടെ ദീൻ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആചാരങ്ങൾ എന്നറിയുന്നത് കൊണ്ട് ആ സംസ്കാരവും ആ ബോധവും നമ്മുടെ കുട്ടികൾക്ക് എത്രയും നേരത്തെ വളരെ ചെറിയ പ്രായത്തിൽ അവർക്ക് നൽകുക എന്നതാണ് കുട്ടികൾ അനാവശ്യമായത് ചോദിക്കാതിരിക്കാനും നമ്മുടെ ദീനിന് വിരുദ്ധമായത് അവർ ആവശ്യപ്പെടാതിരിക്കാനും അത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് മാനസികമായി പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുവാനുമുള്ള അടിസ്ഥാന ബോധം മതപരമായി നമ്മൾ ഏറ്റവും നേരത്തെ നമ്മുടെ കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം. അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് ഒരു മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് കുട്ടികളുടെ ഉണ്ട്, അധ്യാപകരുണ്ട്. ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ നിരാശയടയോ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചില അധ്യാപകർ പങ്കുവച്ചത്, ചെറിയൊരു കാര്യം വരുമ്പോഴേക്ക് എനിക്ക് നിരാശ വരികയാണ്, പിന്നീട് ഒന്നും ചെയ്യാനുള്ളൊരു താല്പര്യം വരുന്നില്ല. അതുപോലെ മക്കളുടെ കാര്യത്തിൽ മക്കളോട് എന്തെങ്കിലും ഒരല്പം ദേഷ്യപ്പെടുകയോ അവർ അരുതാത്തൊരു കാര്യം ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥ കാണുന്നു. അതിൻ്റെ ഒരു പരിഹാരം എങ്ങനെ നമുക്ക് നിർദ്ദേശിക്കാം എന്നുള്ളതാണ്. ഈ മാനസിക സമ്മർദ്ദങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്. അതേതോ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചുള്ളൊരു മാനസിക പിരിമുറുക്കമുണ്ടാകും. ചിലപ്പോൾ ഒരു ഡോക്ടർക്കുള്ള പിരിമുറുക്കം ആയിക്കോളണമെന്നില്ല ഒരു അധ്യാപകനുണ്ടാവുക, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ജോലിക്കാരനുണ്ടാകുന്ന പിരിമുറുക്കാവില്ല ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരു ജോലി ചെയ്യുന്നൊരു സഹോദരിക്ക് ഉണ്ടാവുക. പ്രായമായവരെ പരിചരിക്കുകയും അതോടൊപ്പം വീട്ടുജോലികൾ ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നൊരു വീട്ടമ്മക്കുണ്ടാകുന്ന സ്ട്രെസ് ആവില്ല ഒരു സാധാരണ നോർമലായ ഒരു വീട്ടിലുള്ള ഒരു സ്ത്രീക്ക് ഉണ്ടാവുക. ഇപ്പം എല്ലാവരുടെയും ജോലിക്കനുസരിച്ചും ജീവിതാവസ്ഥകൾക്കനുസരിച്ചുമുള്ള മാനസിക സമ്മർദ്ദങ്ങൾ കൂടും. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വല്ല തലവേദനയോ അല്ലെങ്കിൽ വിഷമങ്ങളോ രോഗങ്ങളോ ഒക്കെ ഉള്ള സമയത്ത് നിങ്ങളുടെ പെരുമാറ്റങ്ങളിൽ ഇതേപോലെ ഭയങ്കരമായ ദേഷ്യം അതേപോലെ തന്നെ ക്ഷോഭമൊക്കെ പ്രകടമാകുന്നുണ്ടോ? അങ്ങനെ നമുക്ക് അനുഭവത്തിൽ വരുന്നുണ്ടോ? സത്യത്തിൽ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ശാശ്വതമായി പരിഹരിക്കുക എന്നുള്ളത് ഈ ലോകത്തന്നെ സാധ്യമല്ലാത്ത ഒന്നാണ്. എല്ലാം പരിഹരിച്ച് പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുക എന്നുള്ളത് ഇവിടെ നമുക്ക് നടക്കാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു സിമ്പിളായൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ പ്രമേഹം ഒരു രോഗമാണ്, സ്ഥായിയായ രോഗമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 30-ാമത്തെ വയസ്സിലോ 40-ാമത്തെ വയസ്സിലോ പ്രമേഹമുണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ടാൽ നമ്മളാകെ തകർന്ന് ഇനിയിപ്പോൾ ഞാൻ എന്ത് മരുന്ന് കഴിക്കണം, ഞാൻ എന്ത് ചെയ്യും, എന്തൊക്കെ ടെൻഷൻ അടിക്കുകയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുക. അവിടെ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ പ്രമേഹം എന്ന ആ രോഗത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യണം, ചേർത്ത് വെക്കണം, നമ്മൾ ഉൾക്കൊള്ളണം.
ജീവിതത്തിൽ ഇതൊന്നും ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. ഒരു തലവേദന വന്നപ്പോൾ ആ തലവേദന ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് എല്ലാവരോടും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. ജോലി ഭാരങ്ങൾ കൂടുമ്പോൾ എല്ലാവരോടും നമ്മളിങ്ങനെ ചൂടാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആ ജോലി ഭാരത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല, അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. അതാണ് അടിസ്ഥാന പ്രശ്നം. അപ്പോൾ രോഗം, പ്രമേഹത്തിന് മരുന്നില്ലേ? എനിക്ക് കുറച്ച് വ്യായാമവും ഒക്കെ ചെയ്താൽ അത് എൻ്റെ ശരീരത്തെ ബാധിക്കാതെ ഞാൻ കൊണ്ടടക്കുമെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ആ സ്ട്രെസ്സ് കുറക്കാൻ നമുക്ക് പറ്റും. സത്യം പറഞ്ഞാൽ നമ്മൾ വിശ്വാസി, ഒരു മുസ്ലിം നിലയ്ക്ക് നമുക്ക് ഭയങ്കര സമാധാനമുണ്ട്. എന്തുകൊണ്ടാണ് സമാധാനം? ആ സമാധാനം നമ്മുടെ ജീവിത ലക്ഷ്യമാണ്. കാരണം പരലോകത്തേക്ക് ഉപകാരപ്പെടാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. ഒന്നും നടക്കുന്നില്ല. നമ്മുടെ കൈ തട്ടി 1000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ അറിയാതെ എങ്ങോട്ടേക്കോ പോയാൽ ആ 1000ൻ്റെ നഷ്ടത്തിൽ നമ്മൾ ഉറങ്ങാതിരിക്കണില്ല. എന്തുകൊണ്ടാണ്? ആ 1000 നമുക്കൊരു നിക്ഷേപമാണ്. കാരണം ഒരു പക്ഷി കൊണ്ടുപോകുന്ന ഒരു പഴം പോലും നമുക്ക് പരലോകത്ത് പ്രതിഫലമായി വരുമെങ്കിൽ കിട്ടും. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ പരലോകത്തിൽ വിശ്വസിക്കാൻ ടെൻഷൻ ഇല്ലാത്തത് നമ്മുടെ ലക്ഷ്യം അത് നേടാൻ ഇതൊക്കെ എനിക്ക് ഉപകരിക്കും എന്നുള്ളതാണ് നമ്മുടെ ബോധം. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളണം. നമുക്കൊരു ഡിസബിലിറ്റിയിൽ ഒരു മോനോ മോളോ ഉണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടീനെ ഉൾക്കൊള്ളണം. ആ കുട്ടിക്ക് പിന്നെ 20 വയസ്സായിട്ടും എനിക്ക് എന്തേ പടച്ചോ അങ്ങനെ ഒരു കുട്ടീനെ തന്നു എന്ന് ചിന്തിച്ചാൽ നമ്മൾ അതിൻ്റെ ടെൻഷനിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്തെല്ലാം ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടോ അതിനെല്ലാം നമ്മൾ സ്വീകരിച്ച് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ഒരു SLCക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ പഠനത്തെക്കുറിച്ചുള്ള ടെൻഷൻ ഉണ്ടാവാം. എന്നാൽ ഒരു +2നും അതേപോലെ തന്നെ ഒരു എൻട്രൻസിൻ്റെ ഒരു നീറ്റിൻ്റെ കോച്ചിങ്ങിനും കൂടെ ഒന്നിച്ച് പഠിക്കുന്ന ഒരു കുട്ടി, അവനൊരു ടെൻഷനും ഇല്ലാതെ പഠിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടർ ആവുക എന്നൊരു സ്വപ്നം മനസ്സിലുള്ളത് കൊണ്ട് അവൻ അതിൻ്റെ പരിമിതികളോ പ്രശ്നങ്ങളോ ഒന്നും അവന് പ്രശ്നമല്ല. കാരണം എനിക്ക് ഡോക്ടറാണ്, എന്ത് വന്നാലും വേണ്ടത്. ആ ലക്ഷ്യം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തപ്പെടുമ്പോൾ അവൻ്റെ ഭക്ഷണത്തിൽ പ്രശ്നമുണ്ട്, ഹോസ്റ്റലിൽ പ്രശ്നമുണ്ട്, കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, മൊബൈൽ കിട്ടണില്ല, എന്തൊക്കെ പ്രതിസന്ധി ഉണ്ട്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. കാരണം എന്താ? ഡോക്ടർ ആകണമെന്നൊരു ലക്ഷ്യം മനസ്സിലുണ്ട്. സത്യത്തിൽ സ്വർഗം നേടുക എന്നൊരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലതകളെയും നമുക്ക് സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയിലൂടെ നേടുന്ന നേട്ടത്തെക്കുറിച്ച് പൂർണ്ണ ബോധമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അതിലൂടെ സമാധാനം ചെയ്യാൻ പറ്റും. അടുക്കളയിൽ നിന്നൊരു വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ഒരു ഉമ്മക്ക് ഈ അധ്വാനം കൊണ്ട് എനിക്കെന്ത് പ്രതിഫലം, എനിക്കെന്തു ലാഭം എന്നതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മനസ്സിനെങ്ങനെ ഓർമ്മപ്പെടുത്തപ്പെട്ടാൽ അതുകൊണ്ടൊരു സമ്മർദ്ദം ഉണ്ടാവില്ല. പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ പഠിക്കുന്നതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും അതുകൊണ്ട് ആ നേട്ടങ്ങളെക്കുറിച്ചും ഇടയ്ക്കിടയ്ക്ക് അവനെ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് റിമൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവനെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, വളരെ അനുസരണത്തോടെ അച്ചടക്കത്തോടെ തൻ്റെ പഠന പ്രക്രിയ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അവൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകും. ഈ ലക്ഷ്യബോധമില്ലാതിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതം സ്മൂത്തായി പോകാതിരിക്കുമ്പോൾ അത് മാനസിക സമ്മർദ്ദമായി, വിഷാദമായി, വിഷമമായി, മാനസിക പിരിമുറുക്കങ്ങളായി നമ്മൾ അനുഭവിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം. അടുത്തൊരു ചോദ്യം, ഇതും ഒരുപാട് ആളുകൾ ചോദിച്ച അതേ ഒരു ചോദ്യം തന്നെയാണ്. അധ്യാപന രംഗത്ത് അതല്ലെങ്കിൽ സംഘടനാ രംഗത്ത് സജീവമായവർ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പ്രസ്തുത തിരക്കുകളാൽ എല്ലാം മിസ്സാവുന്നൊരു സാഹചര്യം കാണുന്നു. ആ ഒരു കാര്യത്തിൽ എന്തൊരു ഗൈഡൻസ് ആണ് നൽകാൻ സാധിക്കുക എന്നുള്ളത്? സമയക്രമീകരണം മൊത്തം അവർക്കൊരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം മിസ്സാവുന്നു. ഒന്നുകിൽ സംഘടനാ രംഗത്ത് സജീവമാകുന്നു, അതല്ലെങ്കിൽ അധ്യാപന രംഗത്ത് സ്കൂളിലേക്ക് മറ്റുള്ള ഇൻവോൾവ്മെൻറ്റുകൾ കൊണ്ട് കുടുംബത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കാത്ത സാഹചര്യം. നമ്മൾ പിന്നെ ജീവിതത്തിൽ എന്ത് വിഷയങ്ങളാണെങ്കിലും അതിന് സമയക്രമം വളരെ കറക്റ്റായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നിങ്ങൾ പിന്നെ അധികം ആളുകളെയും പരിശോധിച്ചാൽ നമുക്കറിയാം, രാവിലെ സുബഹി കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങുന്ന ആളുകളുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടോ? എങ്കിൽ നിങ്ങൾ വളരെ ഡിസോർഡറായി ജീവിക്കുന്ന ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ദിവസത്തിന് കൃത്യമായ ഷെഡ്യൂളും കണക്കുമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം രാവിലത്തെ 1 മണിക്കൂർ അയാൾക്ക് പോയാൽ അയാളുടെ എല്ലാ ഓർഡറും തെറ്റി, അയാളുടെ എല്ലാ പരിപാടിയും മുടങ്ങി. അപ്പോൾ ഓർഡർ ഇല്ലാതെ ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും കൃത്യമായി നിർവഹിക്കാൻ പറ്റില്ല. എല്ലാറ്റിനും സമയക്രമവും ടാർജറ്റും വേണം. ടാർജറ്റ് വെച്ച് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് നമ്മൾ 50 കൊല്ലം ജീവിച്ചാൽ നേടുന്നത് ഒരു 200 കൊല്ലം ജീവിച്ച് നേടുന്ന കാര്യം ഷെഡ്യൂളുള്ള ഒരാൾക്ക് 50 കൊല്ലം കൊണ്ട് നേടാൻ പറ്റും. കാരണം എന്താ അറിയോ? ഇപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുത്തു വിചാരിക്കും, ഞാൻ ഇന്ന് ഒരു പുസ്തകം
50 പേജിലുള്ള പുസ്തകം വായിച്ച് തീർക്കും. അത് ഇന്ന് എനിക്ക് തീർക്കണം, ഇന്നത്തെ തിങ്കളാഴ്ച എനിക്കത് തീരണം എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ആ 50 പേജുള്ള പുസ്തകം വായിക്കാൻ എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ടൈം വരുന്നത് അപ്പം നിങ്ങൾ ആ പുസ്തകം എടുക്കും, അപ്പം 2 പേജ് വായിക്കും. കാരണം അന്ന് വൈകുന്നേരം അത് പൂർത്തിയാകും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇപ്പം ഈ പറയണ എനിക്കുണ്ട്. ഒരു ദിവസം ഞാൻ ചെയ്യേണ്ട ഒരു ടാർജറ്റ്, ഒരു വിഷയത്തിൽ ഞാനത് ചെയ്തിരിക്കും എന്നൊരു ഉറപ്പ് തീരുമാനം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ ഒരു സമയവും എന്ത് ചെയ്യുന്നില്ല, എനിക്ക് വേസ്റ്റ് ആകില്ല. ഞാൻ എപ്പോഴാണോ ഒരു 5 മിനിറ്റ് കിട്ടി അപ്പോൾ ഞാൻ ആ വർക്കിന് വേണ്ടി ഇരിക്കും. ഞാൻ പറഞ്ഞ സത്യത്തിൽ നമ്മൾ എല്ലാറ്റിനും സമയം വേണം. നമ്മുടെ ഫാമിലിക്ക് സമയം വേണം. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം എന്ത് ചെയ്യണം? ഫാമിലിക്ക്. ആ ഫാമിലിൻ്റെ സമയവും നമുക്ക് യൂസ്ഫുൾ ആകണം രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. നമ്മുടെ ഫാമിലിൻ്റെ കൂടെ ഇരിക്കാനും അവരോടൊന്ന് പുറത്തു പോകാനും ഒക്കെ ടൈം വേണം. നമ്മുടെ ആരാധനകൾക്ക് സമയം വേണം. നിസ്കാരത്തിൻ്റെ സമയമായാൽ വേറെ ഒന്നിനും നമുക്ക് പ്രയോറിറ്റി ഇല്ല. അത് ആ സമയത്ത് നിസ്കരിക്കാൻ പോയിരിക്കും. എനിക്ക് റെഫർ ചെയ്യാൻ സമയം വേണം, അല്ലാതെ നമ്മൾ ഒരിക്കലും ക്ലാസ് പോകാൻ പറ്റില്ല. നിങ്ങൾ 35 കൊല്ലം എക്സ്പീരിയൻസിൽ അധ്യാപകനാണെങ്കിലും ഇന്ന് 3 പീരീഡ് ഉണ്ടെങ്കിൽ ആ 3 പീരീഡിന് നിങ്ങൾ മാനസികമായി വെറുതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ടെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് പോകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ് കൊണ്ട് ഒരു ഉപകാരവും ആ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാത്തിനും ടൈം, നിങ്ങളുടെ വ്യായാമത്തിന് ടൈം, അതേപോലെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ടൈം. രാവിലെ സമയത്ത് ഭാര്യ ഭയങ്കര തിരക്കേക്കാരം, 2 പേർക്കും ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ രാവിലെ ഒരു അരമണിക്കൂർ ഞാൻ വൈഫിൻ്റെ കൂടെ നിൽക്കും എന്തൊരാൾ തീരുമാനിച്ചാൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. എന്തിനും സമയം, ആ സമയത്ത് അത് തന്നെ ചെയ്യും എന്ന് തീരുമാനിച്ചാൽ എല്ലാറ്റിനും സമയമുണ്ടാകും, എല്ലാം ക്രിയാത്മകമായി നടക്കും. ഒരു ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് ഏറ്റവും സമ്പന്നമായൊരു ദിവസമായ, ധന്യമായൊരു ദിവസമായ മാനസിക സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും. മാഷാ അല്ലാഹ്. അടുത്തൊരു ചോദ്യം ഫാഷൻ തരംഗവുമായി ബന്ധപ്പെട്ടാണ്. കുട്ടികളിലും അധ്യാപകരിലൊക്കെ ഇന്ന് കോസ്മെറ്റിക് ഐറ്റംസിൻ്റെ ഉപയോഗങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. മക്കളെ നിയന്ത്രിക്കാൻ അധ്യാപക രക്ഷിതാക്കളായി ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ സഹാധ്യാപകർ സ്കൂളിലേക്കും ഇതുപോലെയുള്ള ഓവർ ഫാഷൻ രൂപത്തിലാണ് കടന്നു വരുന്നത്. ഇങ്ങനെയുള്ള ഒരു മേഖലയിൽ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മുടെ സ്വന്തം മക്കളെ ഈ ഒരു മേഖലയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നു? ഇതിപ്പോൾ പൊതുവെ ലേഡീസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നത്. കോസ്മെറ്റിക്സ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഇത് ഉപയോഗിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒന്ന്, ഇസ്ലാമികമായിട്ട് നമുക്ക് നമ്മുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എന്ത് ഡ്രസ്സ് ധരിച്ചാലും ആ ഡ്രസ്സിൻ്റെ മുകളിൽ വരേണ്ട ഇസ്ലാമിക ഡ്രസ്സ് തന്നെ ഒരു ഗൗണാണ്. എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും കവചം ചെയ്യുന്ന ഒരു ഗൗണാണ് ജിൽബാബ് എന്ന് ഖുർആൻ ഉപയോഗിച്ച പദം. അതുകൊണ്ട് എല്ലാ വസ്ത്രത്തിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളെയും മൂടുന്ന ഒരു കവചമാണ് യഥാർത്ഥത്തിൽ അത്. ഇപ്പോൾ നമ്മളിപ്പോൾ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചുണ്ട് ചോപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത്. ഇത് ഇസ്ലാമികമായി എന്തായിരുന്നാലും ശരിയല്ല എന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാനത് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ കൃത്രിമമായ ഒരു സൗന്ദര്യം സ്വീകരിച്ചിട്ടുണ്ട്, അത് കണ്ണിലോ ചുണ്ടിലോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ നോർമലായി അത് കാണുന്ന ഒരാളെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ഒരു അവമതിപ്പ് സൃഷ്ടിക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അവമതിപ്പ് എന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ അപകർഷതയാണ്, നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മുടെ അപകർഷതയാണ്. നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ഈ ഒരു രൂപത്തിന് ഒരു സൗന്ദര്യമുണ്ട്, അത് എനിക്ക് എൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട്. എന്നെപ്പോലെ ലോകത്ത് ഒരാളും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്നെ ആരോടും നിങ്ങൾ താരതമ്യം ചെയ്യേണ്ടതില്ല. ഞാൻ എന്ന് പറയുന്ന ഒരു അപൂർവ വ്യക്തിയാണ്. എന്തുകൊണ്ട് അപൂർവ വ്യക്തിയായത്? എന്നെപ്പോലെ വേറൊരാളില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ സൗന്ദര്യത്തെ, എൻ്റെ നിറത്തെ, എൻ്റെ ഏജിനെ എല്ലാം ഉൾക്കൊണ്ട് അഭിമാനം കൊള്ളാൻ കഴിയാന്നുള്ളത്. അത് അഭിമാനം കൊള്ളുന്നില്ല എന്ന അപകർഷതയാണ് അള്ളാഹു തന്ന ചുമപ്പിനേക്കാളും അല്പം കൂടെ നമ്മൾ ചുണ്ട് ചുമപ്പിക്കാനും, അള്ളാഹു തന്ന കണ്ണിൻ്റെ പുരുകത്തിൻ്റെ കറുപ്പിനേക്കാളും അല്പം കൂടെ കറുപ്പ് കൂട്ടാനും ശ്രമിക്കുന്ന നമ്മുടെ അപകർഷ. അപ്പം അങ്ങനെ നിങ്ങളൊരു അപകർഷത ഉള്ള ഒരാളാണ് എന്ന് മറ്റുള്ളവനെ മനസ്സിലാക്കി കൊടുക്കാനാണ് പ്രത്യക്ഷമായ കൃത്രിമ സൗന്ദര്യങ്ങൾ. പിന്നെ അതിൻ്റെ പണച്ചെലവ് ആലോചിച്ച് നോക്കും നിങ്ങൾ. എന്തിനാണ് ജീവിതത്തിൽ ഒരു ഉപകാരം ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മളത് ചെലവഴിക്കുന്നത്? പിന്നെ അതിലുപരി അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് മുറിയിലൊരു മാതൃകാ പ്രതീകമാണ്. അപ്പോൾ നമ്മൾ വളരെ നിലവാരത്തോടെ ജീവിക്കേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കുട്ടികൾക്ക് നമ്മൾ തെറ്റായ മാതൃകകൾ നൽകുന്നതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്ന് നമ്മുടെ ഇസ്ലാമിക അച്ചടക്കത്തോടു കൂടെയുള്ള മാതൃകകൾ സ്വീകരിക്കണമെന്നാണ് പൊതുവേ ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഓഡിയൻസിനുള്ള അവസരം കൂടി നമ്മൾ ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഓഡിയൻസിന് കൂടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബം,
അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ, നമ്മുടെ ദാമ്പത്യം, രക്ഷാകർതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ മൈക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കാം, സദസ്സിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക്, ഇവിടെ നിന്ന് കിട്ടിയ ചോദ്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. സ്റ്റാഫുകൾക്കിടയിലുള്ള ബന്ധം പലതും പരിധികൾ ലംഘിച്ച് കുടുംബം തകരുന്ന ദയനീയമായ കാഴ്ചയുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് സർ ഈ ഒരു ചോദ്യം ഇവിടെ തന്നിട്ടുള്ളത്. അവരുടെ കുടുംബം തകരാൻ കാരണം ഭർത്താവിൻ്റെ മറ്റൊരു സ്റ്റാഫുമായിട്ടുള്ളൊരു ബന്ധമാണ്. ഇപ്പോൾ ശത്രുതാ മനോഭാവത്തോടെയാണ് പെരുമാറുന്നത്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അധ്യാപകർ പാലിക്കേണ്ട ഒരു, സ്റ്റാഫുകൾക്കിടയിൽ കീപ്പ് ചെയ്യേണ്ട ഒരു മര്യാദയും അതുപോലെ തന്നെ അദബും ഒക്കെ ഇല്ലേ എന്നതാണ് ഒരു ചോദ്യം. ശരി, ഞാൻ ഇന്നലെ തോന്നുന്നൊരു യാത്രയിലും എൻ്റെ കൂടെ ഒരാൾ, ഞാനും അയാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഒഴിഞ്ഞ ആരുമില്ലാത്തൊരു യാത്ര എന്നുള്ളതിൽക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം എന്നോട് സംസാരിച്ചു. അപ്പോൾ അതാണ് ഞാൻ നടത്തിയ ഏറ്റവും അവസാനത്തെ ഫാമിലി കൗൺസിലിംഗ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യലാണ് ഇതിന് നല്ലൊരു ഉത്തരമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 2 കുട്ടികളുണ്ട്, 4 വയസ്സ് 2 വയസ്സ്. അപ്പോൾ ഭാര്യ ഇപ്പോൾ പറയണത്, ഇനി എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ പറ്റൂല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ്, പക്ഷെ ഇതിൻ്റെ അവസാനത്തെ തീരുമാനമാണ്, ഇനി തീരുമാനത്തിൽ മാറ്റമില്ലാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അവൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന ആക്ഷേപങ്ങൾ എന്താണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിൽ അദ്ദേഹം എന്നോട് ഒന്നാമത് പറഞ്ഞത്, ഞാൻ വീഡിയോ കാണുന്നത് അവൾ കണ്ട്. എന്ത് വീഡിയോ? ഞാൻ അശ്ലീല വീഡിയോ കാണുന്നത് അവൾ കണ്ടു എന്നാണ്. സത്യത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന കാര്യമാണ്, നിങ്ങൾ വിവാഹിതരാണോ, അത് കൂടുതലോ കുറവോ എന്നുള്ളതല്ല, നിങ്ങളുടെ മനസ്സിൽ ഒരാണോ പെണ്ണോ പ്രവേശിച്ചാൽ നിങ്ങളുടെ നിലവിലുള്ള ദാമ്പത്യത്തിലെ വിശ്വാസ്യത അവിടെ തീർന്നു. അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഹപ്രവർത്തകയുമായി അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായി, ഓപ്പോസിറ്റ് സെക്സ്, ആ ടീച്ചർമാരാണെങ്കിൽ മാഷന്മാരോട്, മാഷന്മാർ ടീച്ചർമാരോട്, ഒരു കൂടുതലായൊരു ബന്ധം, മോശമൊന്നുമില്ല, പാസ്വേഡൊന്നുമില്ല, എപ്പോഴും കാണാവുന്ന മെസ്സേജസ് ഉള്ളൂ. പക്ഷെ നിങ്ങൾ ആ മെസ്സേജസ് നിരന്തരം നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഭർത്താവോ കാണുന്നുവെങ്കിൽ അതുപോലും നിങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കും. കാരണം എന്താ അറിയോ, എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എൻ്റേതു മാത്രം എന്ന എൻ്റെ ആ ഒരു പൊസസീവ്നെസ്, എൻ്റെ ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് എൻ്റെ ദാമ്പത്യത്തിൻ്റെ കാതൽ. അതെപ്പോഴെങ്കിലും അങ്ങനെയല്ലെന്ന് എൻ്റെ വൈഫിന് തോന്നിയാൽ അവിടെ തീർന്നു. കാരണം വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. നിങ്ങൾ ശാരീരികമായിട്ടുള്ള ബന്ധങ്ങൾ നടത്തുമ്പോൾ പോലും വിശ്വാസ്യതയില്ലാത്ത ബന്ധമാണെങ്കിൽ അത് അയാൾ എന്നിലല്ല നിർവഹിക്കപ്പെടുന്നത്, എന്നിലൂടെ മറ്റാർക്കോ വേണ്ടി നിർവഹിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കാനേ അവൾക്കും അവനും പറ്റൂ. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തൊക്കെ അവിഹിതമായി നമ്മൾ ചെയ്യുന്നുണ്ടോ ആ സന്തോഷങ്ങളെല്ലാം നമുക്ക് കിട്ടിയേ പറ്റൂ. ഒരു പെണ്ണിനെ കാണുന്നതിൽ നമുക്കൊരു ആസ്വാദനം ഉണ്ടെങ്കിൽ ആ ആസ്വാദനം ജീവിതത്തിൽ കിട്ടണം. അത് വേണ്ടാത്ത ഒരാളുമില്ല. ഒരാണിനോട് സംസാരിക്കുന്നതിൽ കിട്ടുന്ന ഒരു ആനന്ദമില്ല, അത് നാവ് കൊണ്ട് കിട്ടുന്ന ഒരു ലൈംഗികതയാണ്, അത് വേണം. കണ്ണുകൊണ്ട് കിട്ടുന്ന ലൈംഗികതയുണ്ട്, അതാണ് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, കാതുകൊണ്ട് പിന്നെ നാവ് കൊണ്ടുള്ള വ്യഭിചാരം, അതൊക്കെ മനുഷ്യന് വേണം. വെറും ശാരീരിക ബന്ധം മാത്രമല്ല, ഇതില്ലാതൊരു മനുഷ്യന് പറ്റൂല, ആണിനും പറ്റില്ല പെണ്ണിനും പറ്റില്ല. അതുകൊണ്ട് അത് നമുക്ക് എവിടെ നിന്ന് കിട്ടണം? അത് ഭാര്യയിൽ നിന്ന് കിട്ടണം, ഭർത്താവിൽ നിന്ന് കിട്ടണം. അത്തരം ഒരു ആസ്വാദനങ്ങൾ പരസ്പരം ഇല്ലെങ്കിൽ ശാരീരിക ബന്ധം ബലാത്സംഗമാണ്. എനിക്കിത്ര പരസ്യമായി പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്തരം ഒരു ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിൽ ഇല്ലാതെയാണ് മറ്റു ബന്ധങ്ങൾ നടക്കുന്നതെങ്കിൽ അത് പീഡനമാണ്. അതായത് കണ്ട് തന്നെ ഉള്ള ആസ്വാദനം. ഈ അശ്ലീല വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നതിൻ്റെ എത്രയോ ഇരട്ടി ആസ്വാദനം നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യയെ കണ്ടാൽ ഉണ്ടാകും. പക്ഷെ അങ്ങനെ കാണുന്നില്ല. ഒരു അന്യ പെണ്ണിനോടാകുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് അറിയുന്നവന് തൻ്റെ കൂടെയുള്ള പെണ്ണിനോട് അങ്ങനെ പെരുമാറാൻ അറിയുന്നില്ല. അതാണ് പ്രശ്നം. എന്താ പറഞ്ഞത്? നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന ആ അവിഹിതമായ ബന്ധം പുലർത്തുന്ന സഹപ്രവർത്തകയെക്കാളും എത്രയോ ഭംഗിയും യോഗ്യതയും പ്രായക്കുറവുമുള്ള നിങ്ങളുടെ ഭാര്യയോട് തോന്നാത്തത് എന്തുകൊണ്ട് അവളോട് തോന്നുന്നു? നിങ്ങളുടെ ഭർത്താവിനോട് തോന്നാത്തത് എന്തുകൊണ്ട് അവനോട് തോന്നുന്നു? എന്താ, അവൾ പെണ്ണല്ലേ, അവനാണല്ലേ? അവിടെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം. നബി പറഞ്ഞില്ലേ,
ഒരു വിവാഹം കഴിച്ചൊരു ഭാര്യയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പെണ്ണിനെ നോക്കൂല. അഗല്ലുലിൽ ബസർ അഹ്സനുലിൽ ഫർജ് പറ്റുന്ന പറയണത്. പിന്നെ പറ്റൂല നമ്മളതിനെ പറയാം, അത് പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ വേറൊരുത്തൻ്റെ ഭാര്യയെ കാണുമ്പോൾ അവൾ എല്ലാ യോഗ്യതയുള്ളവളും ഭംഗിയുള്ളവളും പെരുമാറാൻ അറിയുന്നവളും. നമ്മളെ ഭാര്യ മാത്രം അങ്ങനെയല്ല. അത് എല്ലാവർക്കും തോന്നുകയാണ്. എന്താ പ്രശ്നം? എല്ലാവർക്കും അങ്ങനെ തോന്നുകയാണ്. ഇവിടെ 500 പുരുഷന്മാരിക്കുണ്ടെങ്കിൽ 499 നമ്മുടെ ഭാര്യ നല്ലവളാണ്, നല്ലൊരു സ്ത്രീയാണെന്ന് തോന്നുന്നു. നമുക്ക് മാത്രം തോന്നുന്നില്ല. അവിടെ എന്താ പ്രശ്നം? നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ജിൻസുൽ അമലാണ് പണിഷ്മെന്റ് കിട്ടുക. അള്ളാഹ് പലപ്പോഴും ദുനിയാവിൽ ശിക്ഷിക്കുക ഏത് തലത്തിലാണോ നമ്മളെടുത്ത് തകരാറ് സംഭവിച്ച് ആ തലത്തിൽ തന്നെ ശിക്ഷിക്കും. ഈ ലോകത്ത് അനുഭവിക്കാനുള്ള ഏറ്റവും വലിയ ആസ്വാദനമാണ് ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ആസ്വാദനം. അത് വിഹിതമായി ഒരുത്തന് കിട്ടണമെങ്കിൽ അവൻ അവിഹിതമായതിനെ ഒഴിവാക്കണം. അല്ലെങ്കിൽ പടച്ചോൻ പരീക്ഷണം തരും. നല്ലൊരു ഭാര്യ വീട്ടുണ്ടാവും, നല്ല ഭർത്താവ് ഉണ്ടാവും. പക്ഷെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ഒരു സുഖവും അനുഭവിക്കാതെയുള്ള ശിക്ഷ ആർക്കാ കിട്ടരോ? ഇതിവിടെ ഉണ്ടായും കൊണ്ട് അവിഹിത പടച്ചോന് ഇഷ്ടമില്ലാത്ത വഴികൾ തേടുന്നവർക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പം ഞാൻ ഇന്ന് ആ സുഹൃത്തോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നീ ആദ്യം തീരുമാനിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ നിർത്തണം. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ മിക്കവാറും പുരുഷന്മാർക്കൊക്കെ ഇതിങ്ങനെ വരാനുള്ള കാരണം എന്താ അറിയോ? നമുക്കൊരു 14 വയസ്സ് 15 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? ഈ വികാരങ്ങളും ചിന്തകളൊക്കെ മനുഷ്യന് വരും. അപ്പം എന്ത് ചെയ്യും? വിവാഹം കഴിക്കുമ്പോഴേക്കും ഒരു 25 വയസ്സൊക്കെ ആവും. ഈ 10 കൊല്ലം ഇത് മാനേജ് ചെയ്യാൻ കണ്ടുപിടിക്കുന്ന ചില പരിപാടികൾ ഉണ്ടായിരിക്കും. ആ പരിപാടികൾ എന്താ അറിയോ? ഒരു ഭാര്യ വന്നാലും അയാൾ ആ പരിപാടി തന്നെ കണ്ടിന്യൂ ചെയ്യും. അവളുടെ ജീവിതം വെറുതെയാകും. ഇതാണ് മിക്കവാറും പുരുഷന്മാർക്ക് സംഭവിക്കുന്ന അബദ്ധം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സമ്പൂർണമായും നമ്മുടെ ഈ ആസ്വാദനങ്ങളെ ഭർത്താവിൽ നിന്ന് ഭാര്യയിലേക്കും ഭാര്യ ഭർത്താവിലേക്കും കേന്ദ്രീകരിക്കപ്പെടണം. ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ നഷ്ടമാണ്. നിങ്ങളിപ്പോൾ അങ്ങനത്തെ ഒരു അധ്യാപകനാണ്. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ കൂടെ പഠിപ്പിക്കുന്ന ഒരു സഹപ്രവർത്തകയെ കാണലാണ് നിങ്ങളുടെ മെയിൻ അജണ്ട എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്കൂളിൽ പോകണത് അതിനാണ്, പഠിപ്പിക്കാനല്ല. നിങ്ങൾക്ക് സക്സസ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റൂല, നിങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ പറ്റില്ല, ഒരു പരിപാടി നടക്കൂല. ഇത് മാത്രമേ നടക്കുള്ളൂ, വേറെ നടക്കൂല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. പുറത്തിറങ്ങിപ്പോകുന്ന സഹോദരിമാരാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. കാരണം അത്തരം അപകടങ്ങളിൽ പെട്ടു പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതീവ സൂക്ഷ്മത വേണം. അപ്പോൾ ഇതിൽ പെട്ടുപോകണത് എങ്ങനെ അറിയോ? അതുകൊണ്ട് ഞാൻ പറയാം, സമയം വൈകുന്നുണ്ട്. പെട്ടുപോകണമെന്ന് വെച്ചാൽ എല്ലാവരും പറയും ഞങ്ങൾ ഓൺലി ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ, ഒരു സൗഹൃദം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു പരിപാടി ഇല്ല കേട്ടോ. ഞാൻ പറയാം, അങ്ങനെ ഒരു പരിപാടി നിങ്ങൾക്ക് ഒരിക്കലും ഒരു അന്യ സ്ത്രീയെ ഒരു അന്യ പുരുഷനെ വെറും ഒരു ഫ്രണ്ടായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റൂല. അത് നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് കടന്നാൽ അത് അടുത്ത ഘട്ടം ഈ പറഞ്ഞ അപകടത്തിലേക്ക് കിടക്കും. ഒരു അധ്യാപകൻ എൻ്റെ അടുക്കൽ വന്ന് ഒരു ദിവസം കരഞ്ഞു വന്നിരുന്നിട്ട് പറഞ്ഞു, ഒരു രക്ഷയില്ല ഞങ്ങൾ. അപ്പം എന്താ രക്ഷ? അയാളെ വൈഫ് കുട്ടികളെ എടുത്താണ് പോയി. ഫോണും കൂടി എടുക്കണില്ല, ഈ നിമിഷം വരെ ഫോണ് പോലും എടുക്കണില്ല. അവളെ തീരുമാനിച്ചു. അവന് നല്ല ഗവൺമെൻറ് ശമ്പളമുള്ള ആളാണ്, സ്വന്തം വീടുള്ള ആളാണ്, ഒക്കെ ഉണ്ട്. പക്ഷെ അവൾക്ക് വേണ്ട. അവൾ ഉപ്പാനത്തും ഉമ്പാനത്തും പോയി നിൽക്കുകയാണ്. ഒരു പരിധി വരെ അതൊക്കെ സഹിച്ച് നിൽക്കുള്ളൂ. അതെങ്ങനെ എത്തിയത്? ഈ സൗഹൃദം. ഈ സൗഹൃദം അടുത്ത ഘട്ടത്തിൽ എന്താ അറിയോ? നമുക്ക് കുറച്ചധികം കൂടി സംസാരിക്കണം തോന്നും. ആ സംസാരം സ്വകാര്യമാകും. അപ്പോൾ സ്വകാര്യ വിഷയങ്ങൾ സംസാരത്തിൽ വരും. മനസ്സിലേ? ഇയാളെ ഭാര്യയെപ്പറ്റി അയാൾ പറയും, അവിടെ ഭർത്താവിനെ പറ്റി അവർ പറയും. അവർ പരസ്പരം ആശ്വാസം കാണും, സമാധാനം കാണും, സംസാരത്തിൽ ഒരു റിലാക്സേഷൻ കണ്ടെത്തും. അത് അടുത്തടുത്ത ഘട്ടങ്ങളിൽ കൂടുതൽ കാണാൻ അവസരങ്ങൾ ഉണ്ടാകും. ഒറ്റക്കാകാൻ അവസരങ്ങൾ തേടും. പിശാച് അവരെ എത്തിക്കൊണ്ടിടത്തേക്ക് എത്തും. അതറിയേണ്ടവരറിയും, തീരുമാനിക്കേണ്ടവർ സമയത്ത് തീരുമാനിക്കും. നാട്ടിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് എന്താ അറിയോ? അന്യ പെണ്ണാണോ അകലത്തിൽ നിന്നോളൂ, അന്യ ആണാണോ അകലത്തിൽ നിന്നോളൂ. ആ അകലം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആരായാലും എല്ലാവരും അവസാനം എത്തിപ്പെടുന്നത് ഒരേ അവസ്ഥയിലായിരിക്കും. അതിൽ യാതൊരു സംശയമല്ല. സദസ്സിൽ നിന്നും ചോദ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാനുള്ള ഒരു അവസരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു കോളേജ് അധ്യാപികയാണ്. നമ്മുടെ പ്രത്യേകിച്ചും ഡിഗ്രി ക്ലാസ്സിലൊക്കെ നിർബന്ധമായിട്ട് ടൂറ് പോകേണ്ടെന്ന സാഹചര്യം വരുമ്പോൾ 70 കുട്ടികളൊക്കെ ഉള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ മിക്കവാറും കുട്ടികൾ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്
മിനിമം ഡൽഹി അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഡെസ്റ്റിനേഷനാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ഒരു 3-4 ദിവസം ട്രെയിനിൽ ഒരുമിച്ചിരിക്കേണ്ടുന്ന സാഹചര്യമാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വരുന്നത്. പലപ്പോഴും വല്ലാത്ത ഒരു സാഹചര്യം നമ്മൾ കാണേണ്ടി വരുന്നു, കണ്ണടക്കേണ്ടുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ട്യൂട്ടേഴ്സ് എന്നുള്ള നിലക്ക് അധ്യാപകർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല. നമുക്ക് നിർബന്ധമായിട്ടും ഇവരുടെ കൂടെ ടൂറ് പോകേണ്ടുന്നൊരു സാഹചര്യം വരുന്നു. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പോകൽ നിർബന്ധമാണ്. നമ്മുടെ ജോലിയുമായി മുന്നോട്ട് പോകാൻ വേറൊരു പരിഹാരമാർഗവും ഇല്ലാത്ത ഒരവസ്ഥയിലാണല്ലോ ഈ പോകുന്നത് നമ്മൾ. ഞാൻ വെച്ചാൽ നമുക്ക് പൊതുവായി എവിടെയാണെങ്കിലും ശരി, നമ്മളെ സംബന്ധിച്ചോ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ സൂക്ഷ്മത നമ്മൾ ഏറ്റവും പ്രധാനമായി കാണുക എന്നുള്ളതേ പറ്റുള്ളൂ. അപ്പോൾ ആണും പെണ്ണും കൂടി ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ ബസ് കയറുമ്പോൾ ആണും പെണ്ണും ഉണ്ടാവും, പക്ഷെ നമ്മളെന്ത് ചെയ്യും? ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കും. എവിടെയാണോ നമ്മളെത്തുന്നത് അവിടെ നമ്മുടെ അച്ചടക്കം നമ്മൾ പാലിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇത്തരം ദിവസങ്ങളിൽ നിൽക്കുന്ന ടൂറുകൾ മുതിർന്ന ആൺകുട്ടികൾ പെൺകുട്ടികൾ ഇവരൊക്കെ ഒന്നിച്ചാവുന്നതും ടൂറ് പോകുന്നതും തന്നെ ചിലപ്പോൾ ചില കുട്ടികൾ ഈ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടിട്ടായിരിക്കും. അവിടെ ഇതൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയാം. പൊതുവേ എനിക്ക് തോന്നുന്നത് നമ്മൾ അവർക്ക് അതിനനുസരിച്ചുള്ളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അവർ മാനസികമായി പരമാവധി അച്ചടക്കത്തോടു കൂടെ പോയി വരാനുള്ള ഒരു ചുമതലയാണ് നമുക്കുള്ളത്. ആ ചുമതല ഏറ്റവും എഫിഷ്യൻ്റായി നിർവഹിച്ചിട്ട് ആ ടൂറിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കഴിവ് നമ്മൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മൾ അല്പം സാമർഥ്യവും അല്പം നമ്മുടെ വാചാലതയൊക്കെ ഉപയോഗിച്ചാൽ ഒരു പരിധി വരെ അത് സാധിച്ചേക്കാന്നാണ്. അത്തരമൊരു ടൂറിനോട് അല്പം എതിർത്ത് സംസാരിച്ച ഒരു അധ്യാപകൻ അങ്ങനെ അത് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാ അധ്യാപകന്മാരും കുട്ടികളും ചേർന്ന് പോകണം തീരുമാനിച്ചു. പോയി കഴിഞ്ഞപ്പോൾ നടക്കാൻ പാടില്ലാത്തതെല്ലാം നടന്നു. അവസാനം കുട്ടികളുടെ രക്ഷിതാക്കളെ വിളിച്ചു, പ്രശ്നമായി, കോളേജിൽ ഭയങ്കര പ്രയാസങ്ങളുണ്ടായി. അതുകൊണ്ടൊരു വലിയ ഉപകാരം കിട്ടിയത് എന്താ വെച്ചാൽ അടുത്ത സ്റ്റാഫ് കൗൺസിൽ തീരുമാനിച്ചു എന്ത്, ഒരു പകലിലപ്പുറം ടൂറ് പോകാൻ പാടില്ല എന്ന്. അങ്ങനത്തെ ഒരു നല്ല തീരുമാനം എടുപ്പിക്കാൻ ആ അധ്യാപകന് പറ്റി. ഏത് ഈ 4 ദിവസത്തെ ടൂറ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ വേണമെന്ന് എല്ലാവരും വാശി പിടിച്ചു. പോയി സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ആ സംഭവത്തെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്തു വെച്ചാൽ ഇനി മുതൽ 2 ദിവസത്തെ 3 ദിവസത്തെ ടൂറില്ല, ഒരു പകൽ പോകുക തിരിച്ചു വരിക, അങ്ങനത്തെ സ്ഥലത്തെ പോകാൻ പാടുള്ളൂ എന്നൊരു തീരുമാനം. അതുകൊണ്ട് ആ കോളേജിലെ ടൂർ പ്രക്രിയകൾ തന്നെ എന്ത് ചെയ്തു, അതുകൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റി. ഒരു പരിധി വരെയൊക്കെ നമ്മുടെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് ബുദ്ധിപരമായി നീങ്ങിയാൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആവുന്നതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ കഴിയും. കഴിയാത്തിടത്ത് നാം പരമാവധി നമ്മുടെ ദീൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ. ഓക്കെ, അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പല ദിനാചരണങ്ങളും നടത്താറുണ്ടല്ലോ. ഇപ്പോൾ വേൾഡ് എൻവയോൺമെൻ്റൽ ഡേ, അതുപോലെ തന്നെ സമാധാന ദിനം. അധ്യാപകർ എന്നുള്ള നിലയിൽ ഇപ്പോൾ UNO പറഞ്ഞിട്ട് പോലും ഫലസ്തീനിലെ യുദ്ധം നിർത്താനോ ഒന്നും കഴിഞ്ഞില്ല. അപ്പോൾ അധ്യാപകർ ഈ ദിനം ആചരിക്കുകയും അതിന് നേരെ വിപരീതമായ പ്രക്രിയകൾ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ മുന്നിൽ പോകുമ്പോൾ എന്താണ് ആ ഒരു സന്ദേശം നമ്മൾ കുട്ടികൾക്ക് കൈമാറുന്നത്? നമ്മളതൊരു പൊതുസമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മുടേതായ ചില നയരൂപീകരണങ്ങൾ നമ്മൾ നടത്തേണ്ടത്. ഈ ആവർത്തിച്ച് വരുന്ന ദിനാചരണങ്ങൾ എന്ന് പറയുമ്പോൾ അത് മതപരമായ കാര്യങ്ങളാകുമ്പോൾ ഫി അംറിന ഹാദ, ദീനിൻ്റെ ഉള്ളിലാവുമ്പോൾ നമ്മൾ അതിനൊരു ബിദഅത്തായിട്ട് കാണും. എന്നാൽ പൊതുവായി കോളേജിൻ്റെ ദിവസങ്ങളുണ്ടായിരിക്കും, അതേപോലെ രാഷ്ട്രത്തിൻ്റെ ദിനങ്ങളുണ്ടായിരിക്കും, പൊതുവായി ഏതെങ്കിലുമൊക്കെ മെസ്സേജസ് കൊടുക്കാനുള്ള ദിനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തതൊക്കെ നമ്മൾ നിർബന്ധമായും നമ്മുടെ സ്ഥാപനങ്ങളിൽ നടക്കുമ്പോൾ എന്ത് ചെയ്യും, അതിലൊക്കെ നല്ല മെസ്സേജസ് കുട്ടികൾക്ക് കൊടുക്കാനുള്ള, ഇപ്പോൾ എയ്ഡ്സ് ഡേ അല്ലെങ്കിൽ അങ്ങനെ ഓരോ ദിവസങ്ങളുണ്ടായിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഏറ്റവും പോസിറ്റീവായ മെസ്സേജസ് കൊടുക്കാനും അതിനെ കൂടുതൽ നല്ല നിലക്ക് ഉപയോഗിക്കാനുമുള്ള പരിശ്രമങ്ങൾ നടത്തുക എന്നല്ലാതെ നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ഒരു സ്ഥാപനത്തിലെ മുഴുവൻ കാര്യങ്ങളെയും നമുക്ക് മാറ്റാനോ തടസ്സപ്പെടുത്താനോ പറ്റിക്കോളുന്നില്ല. നമ്മുടെ അധികാരത്തിലും സ്വാധീനത്തിലും നമ്മുടെ കഴിവിലും പെട്ടത് ചെയ്യാതിരിക്കരുത് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾ ചെയ്യണം. അതിന് നമ്മൾ പരമാവധി ആലോചിച്ച് അതിന് സമാന മനസ്കരായ ആളുകളോട് ഡിസ്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതേ സാധ്യമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ നമുക്ക് ലഭിച്ചതുണ്ട്. അതിനുള്ള അവസരമാണ് പീസ് റേഡിയോയിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും 8:45 തുടങ്ങുന്ന 8:45 ആരംഭിക്കുന്ന ലൈവ് കൗൺസിലിംഗ്. ബഹുമാനനായ ഹാരിസ് മൗലവി തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. അതുപോലെ ഇവിടെ തന്ന
ഇവിടെ കിട്ടിയ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ സ്നേഹക്കൂടിൽ നമ്മൾ ഓൾറെഡി പ്രക്ഷേപണം നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലൊന്നും പരാമർശിക്കാത്ത ഒരുപാട് പുതിയ വിഷയങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ പീസ് റേഡിയോ ലൈവ് കൗൺസിലിലും അതുപോലെ തന്നെ സ്നേഹക്കൂടിലും നമുക്ക് കേൾക്കാമെന്നാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. ലൈവ് കൗൺസിലിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ, ചോദ്യങ്ങളൊക്കെ അയക്കേണ്ട നമ്പർ 95 44 84 845 840. ഒന്നുകൂടെ പറയുന്നു, 95 44 845 800. ഈ നമ്പറിലേക്കാണ് നമ്മുടെ ചോദ്യങ്ങൾ അയക്കേണ്ടത്. തീർച്ചയായിട്ടും ആ ചോദ്യങ്ങൾ പരിഗണിച്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 8:45 ഒരു പരിഹാരമുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ കുടുംബവും നമ്മുടെ ജോലിയും അതുപോലെ തന്നെ രക്ഷാകർതൃത്വമൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.